ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഹായ് എവ്രിവൺ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടുള്ള ടോപ്പിക് ഒന്നല്ല. ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉസ്താദിന്റെ വീഡിയോ ആണ് കേട്ടോ. ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. അപ്പോ നമ്മള് ബീങ് മലബാറി, നമുക്കിതൊന്നും വലിയ സംഭവമല്ല. കാര്യം നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഒരു മനുഷ്യന്മാരാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോ ഇതിൽ കൂടെ നബിദിനത്തിന്റെ റാലി പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി തൊള്ളയും കാട്ടി ഇന്ന് കുട്ടികൾ എന്ന മിഠായും ലഡുവും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഈ വീഡിയോ വന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ആ വീഡിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു ട്രെൻഡിങ് റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നല്ല മൊഞ്ചുള്ള താത്തക്കുട്ടികളാണ് ഈ പ്രാവശ്യത്തെ ഓണം തൂക്കിയിട്ടുള്ളത് അല്ലേ. റീൽസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ മൊത്തം വൈറലാണ്. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, ഓണം എന്ന് പറയുമ്പോൾ ഞമ്മാണല്ലോ പ്രധാനമായിട്ടുള്ളൊരു സാധനം. ഓണസദ്യ, ഒരുപാട് വിഭവങ്ങള് ആ ഇലയിലൊക്കെ വിളമ്പി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷം. ആഹാ, അതിലുള്ള പുളിയുടെ ടേസ്റ്റ് വേറെയാണ്, പുളിയിഞ്ചി എന്ന് പറയുന്ന സാധനത്തിന്റെ ടേസ്റ്റ് വേറെയാണ്, അച്ചാറിന്റെ ടേസ്റ്റ് വേറെയാണ്, അവിയലിന്റെ ടേസ്റ്റ് വേറെയാണ്, സാമ്പാറിന്റെ ടേസ്റ്റ് ഇതിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ടേസ്റ്റാണ് സാമ്പാറിന്. പിന്നെ പായസം, ഇതിന്റെ ടേസ്റ്റും വ്യത്യാസമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യന്മാരും. നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ വ്യത്യാസം ഉണ്ടാവും, നമ്മളെ ജാതി, മതം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ടാവും. അൾട്ടിമേറ്റ്ലി എല്ലാത്തിൻ്റെയും പർപ്പസ് ഒന്നാണെങ്കിലും അതിന്റെ കളറും രൂപവും മണവും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഭൂമിയിലേക്ക് വന്നതും ഒറ്റയ്ക്കാണ്, തിരിച്ചു പോകുന്നതും ഒറ്റയ്ക്കാണ്. അപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ സൂപ്പർവായിരിക്കും. എനിക്ക് തോന്നുന്നു ഉസ്താദുമാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദൈവത്തിന്റെ അല്ലെ അള്ളാന്റെ ഒക്കെ ഒരു എന്താ പറയാ കാവൽ, ഒരു സെക്കൻഡറി പേഴ്സൺ എന്ന് പറയുന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പൊ തിരുമേനിമാരെ അല്ലെ പൂജ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്മാര്, ഒരു മീഡിയേറ്റർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെയാണ് തോന്നുന്നു ഉസ്താദുമാരുടെ കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ മക്കൾക്ക് അൾട്ടിമേറ്റ്ലി പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ ഇന്നത്തെ മക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താശേഷി കുറച്ച് കൂടുതലുള്ള മക്കളാണ്. അപ്പൊ അവർ ചിന്തിക്കും എന്തുകൊണ്ട് നോ പറയുന്നു, എന്തുകൊണ്ടായിരിക്കും നോ പറയുന്നുണ്ടാവുക എന്നുള്ളത് ചിന്തിക്കും. പണ്ടത്തെ തലമുറ പോലെയല്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ നോ പറയുന്ന ഒരു സമൂഹവും നോ പറഞ്ഞു കഴിഞ്ഞാൽ നോ ആയിട്ട് ഏറ്റെടുക്കൂല. എന്തുകൊണ്ട്, വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി അവിടെ വന്നിട്ട് ചിന്തിക്കുന്ന തലമുറയുടെ കൂടിയാണ് നമ്മളിപ്പോ ജീവിച്ചു പോകുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നുന്നു. That's all. Thank you so much.